വിജയ് ഒരു ലീഡറാണോ അതോ ഇൻഫ്ലുവൻസർ ആണോ? തമിഴ്നാട്ടിൽ വിജയ് നേടിയത് ഒരു രാഷ്ട്രീയ വിജയം എന്നതിനേക്കാൾ ഒരു മാർക്കറ്റിംഗ് വിജയം തന്നെയല്ലേ? തമിഴ്നാടിനെ ഒരു മാർക്കറ്റായിട്ട് നമ്മൾ കണ്ടാൽ ആ മാർക്കറ്റ് പതിറ്റാണ്ടുകളായി നിയന്ത്രിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ് DMKയും AIADMKയും. അതിനിടയിലേക്കാണ് TVK എന്ന പുതിയ ബ്രാൻഡുമായി വിജയ് ഇറങ്ങിയത്. എന്തൊക്കെയായിരുന്നു വിജയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ? ഒന്ന്, മാർക്കറ്റ് പൊസിഷനിങ്. പോരാട്ടം DMKയും TVKയും തമ്മിലാണെന്ന് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ട്, സ്കേസിറ്റി സ്ട്രാറ്റജി. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അധികം സംസാരിക്കാതെ വേണ്ട സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന തന്ത്രം. തന്റെ ഓരോ നീക്കത്തെയും വൻ വാർത്തയാക്കി മാറ്റാൻ ഇതിലൂടെ കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഇത് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിച്ചു. മൂന്ന്, ഫാമിലി ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്. തമിഴ്നാട്ടിൽ 18-നും 40-നും ഇടയിലുള്ളവർ ജനസംഖ്യയുടെ 40%-ഓളമാണ്. സോഷ്യൽ മീഡിയ വഴി വിജയ് അവരെ കൃത്യമായി സ്വാധീനിച്ചു. പിന്നെ അവരെ കൊണ്ട് വീട്ടിലുള്ള മുതിർന്നവരെയും സ്വാധീനിച്ചു. പിന്നെ എല്ലാത്തിനും അപ്പുറം ഇമോഷണൽ മാർക്കറ്റിംഗ്. തന്റെ ആരാധകരെ എല്ലാം ഇൻഫ്ലുവൻസർ ആക്കി മാറ്റി ഇമോഷണലായി റീലുകൾ ചെയ്യിച്ചു. എതിരെ വന്ന എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവാക്കി മാറ്റി. ആദർശങ്ങളോ അനുഭവ സമ്പത്തോ ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ നിർണ്ണയിക്കുന്നത്. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവായിരിക്കും. ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് തന്നെയാണ് വിജയ് ഈ അത്ഭുതകരമായ നേട്ടം സ്വന്തമാക്കിയത്. അദ്ദേഹം ഒരു നല്ല ലീഡറാണോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.